കഴിഞ്ഞൊരു 10 വർഷത്തിൽ കേരളത്തിൽ എത്ര ബിസിനസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടാവും? ധാരാളം ആരംഭിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ ധാരാളം ബിസിനസ്സുകൾക്കിടയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ആൾക്കാർ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് മാർക്കറ്റ് ചെയ്യണം, എപ്പോൾ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, ആരിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യണം, ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഇവിടെയാണ് നിങ്ങളൊരു മാർക്കറ്റിംഗ് പ്ലാന് ഉണ്ടാക്കേണ്ടത്. നമുക്കൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കാം. ഒരു 8 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ. ഈ 8 സ്റ്റെപ്സ് ഉള്ള മാർക്കറ്റിംഗ് പ്ലാനിനെ 3 സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിലൊന്ന് ടാർഗറ്റ് മാർക്കറ്റ് അനാലിസിസ് ആണ്. പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല, വളരെ സിമ്പിളാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്ന് ടാർഗറ്റ് മാർക്കറ്റ് അനാലിസിസ്, രണ്ടാമത്തേത് കോമ്പറ്റീറ്റർ അനാലിസിസ്, മൂന്നാമത്തേത് സ്ട്രാറ്റജി ബിൽഡിങ്. ഈ 3 ഭാഗങ്ങളിലായിട്ട് മൊത്തം 8 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജസ് ആയിട്ട് നോക്കാം. നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ ബിസിനസ് ആരംഭിക്കാൻ പോകുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ബിസിനസ്സിനെ അടുത്ത സ്റ്റേജിലേക്ക് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്കും ഈ 8 സ്റ്റേജസിലൂടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഈ മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിക്കാനായിട്ട് ഇന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക.